Good morning. Good morning, ma'am. Good morning, ma'am. Okay, good morning all. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് ടോപ്പിക് എടുത്തോണ്ടിരുന്നെന്ന് ഓർമ്മയുണ്ടോ? ടൈപ്സ് ഓഫ് ടെസ്റ്റ് ആയിരുന്നോ? അതെ, ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരെ. എന്താണ്? ക്ലറിക്കൽ ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ് ഏത്? അച്ചീവ്മെന്റ് ടെസ്റ്റ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് കേട്ടോ. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ് ഏതാണ്? അച്ചീവ്മെന്റ് ടെസ്റ്റ്. It is a standard test which evaluates the knowledge level of an individual in a specific field. ഇപ്പോൾ ഒരു അക്കൗണ്ടിന് വേണ്ടിയിട്ടാണ് ഒരു എന്താ ചെയ്യുന്നത്, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യണമെങ്കിൽ, ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ കൂടുതലായിട്ടും ഏത് ഫീൽഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ? അക്കൗണ്ടിങ് ഫീൽഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ. സോ നമ്മൾ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് ആ ഒരു ഇൻഡിവിജ്വലിന്റെ നോളജ് ലെവല് എന്തോരം ഉണ്ട് എന്ന് അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ achievement test conduct ചെയ്യണം. Compared to aptitude test which aims at evaluating individual capability to learn like maths, geography or science. അപ്പൊ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനേക്കാളും കുറച്ചും കൂടി നമുക്ക് എന്താ പറയാ, ഒരു ഇൻഡിവിജ്വലിന്റെ കേപ്പബിലിറ്റി എന്തോരം ഉണ്ടെന്ന് നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും പറ്റും. മാത്സ്, ജോഗ്രഫി, സയൻസ് ആ ഫീൽഡുകളിൽ അവരുടെ നോളജ് എത്രയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. Achievement test consists of the following types. രണ്ട് ടൈപ്സ് അച്ചീവ്മെന്റ് ടെസ്റ്റ് ഉണ്ട്. ജോബ് നോളജ് ടെസ്റ്റും വർക്ക് സാമ്പിൾ ടെസ്റ്റും ആണ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന രണ്ട് അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ്. ജോബ് നോളജ് ടെസ്റ്റ്, ആ ഒരു ജോബിനെ കുറിച്ചിട്ട് ആ വ്യക്തിക്ക് എന്തോരം നോളജ് ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജോബ് നോളജ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ഒരു ഇന്റർവ്യൂവിന് ചെല്ലാണ്. ഇപ്പൊ ടീച്ചിങ് ഫീൽഡിൽ നിന്നുള്ള ഒരു വ്യക്തി ഒരു ഇന്റർവ്യൂവിന് ചെല്ലാണെങ്കിൽ മേ ബി നമുക്കൊരു ലെസൺ ടാസ്ക് ആയിട്ട് തരും. എന്ന് വെച്ചാൽ ഒരു ചാപ്റ്ററോ ഒരു ലെക്ചറോ ചെയ്യാൻ പറയാറുണ്ട്. ഇപ്പം നമ്മളോട് ഒറിജിനൽ ആയിട്ട് ക്ലാസ്സിൽ ചെന്നിട്ട് ആ ഒരു കാര്യം പഠിപ്പിക്കുക അല്ലെങ്കിൽ അതൊന്ന് എടുക്കാനൊക്കെ പറയാറുണ്ട്. 1 മിനിറ്റ് കേട്ടോ. സോറി കേട്ടോ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ, ജോബ് നോളജ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ജോബിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്റർവ്യൂവിൽ ചെല്ലുമ്പോൾ നമ്മളോട് ടാസ്ക് അവർ പറയും. നമ്മളോട് ഇന്ന ഒരു ഇപ്പൊ ടീച്ചിങ് ആണെങ്കിൽ നമ്മളോട് ഇന്ന ലെക്ചർ ഒന്ന് നമ്മളോട് മോഡലായിട്ട് എടുത്ത് കാണിക്കാനൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോ മേ ബി ഒരു വീഡിയോ ചെയ്ത് നമ്മളോട് അയച്ചു തരാനൊക്കെ പറയും. ഒരു പോർഷൻ തന്നിട്ട് ഇന്ന പോർഷനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അതിനെ കുറിച്ച് ലെക്ചർ എങ്ങനെയാണെന്നുള്ളത് വീഡിയോ ചെയ്ത് നമ്മളോട് അയച്ചു തരാനൊക്കെ പറയാറുണ്ട്. അപ്പൊ ജോബ് നോളജ് ടെസ്റ്റ് ഇവാലുവേറ്റ് ആൻഡ് ഇൻഡിവിജ്വൽ നോളജ് ലെവൽ pertaining to a specific job. ഒരു ജോബിൽ ഒരു ഇൻഡിവിജ്വലിന്റെ നോളജ് ലെവൽ അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജോബ് നോളജ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എ ജൂനിയർ ലെക്ചർ സബ്മിറ്റ് ആൻ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സീനിയർ ലെക്ചർ ഇൻ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഒരു ജൂനിയർ ലെക്ചർ ആണ്, അദ്ദേഹം സീനിയർ ലെക്ചറിനുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്തു. He is supposed to take the test of job related knowledge. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യേണ്ടി വരും?
ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള നോളജിനെ കുറിച്ചിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. വേർ ഹി മേ റിക്വയർ ടു ആൻസർ സം അക്കൗണ്ടൻസി പ്രിൻസിപ്പിൾസ്, ബാങ്കിങ് ലോസ്, ബിസിനസ് മാനേജ്മെന്റ് എക്സെട്ര. അപ്പൊ അദ്ദേഹത്തിന്റെ ജോബ് എന്ന് പറഞ്ഞാൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ ലെക്ചർ ആയിട്ടാണ് അദ്ദേഹത്തിന് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. സീനിയർ ലെക്ചർ ആയിട്ടാണ് നമ്മൾ ജോബ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജോബ് നോളജ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ കൂടുതലായിട്ട് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും ബാങ്കിങ് ലോസും ബിസിനസ് മാനേജ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും ചോദിക്കുന്നത്. നെക്സ്റ്റ് ആണ് ഞാൻ പറഞ്ഞ സാമ്പിൾ ടെസ്റ്റ് തന്നെ കേട്ടോ. ഓക്കെ, വർക്ക് എ സാമ്പിൾ ടെസ്റ്റ് ആണ് പറയുന്നത്. This test involves assigning a part of actual work to the candidates in the form of test and the candidates is required to do it. നമ്മളിപ്പോ ഒരു ആക്ച്വൽ വർക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ കാൻഡിഡേറ്റ്സിന് അസൈൻ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് കൊണ്ട് നമ്മൾ ആ ഒരു വർക്ക് ചെയ്യിക്കും. അത് ഓക്കെ ആണ്, ആ വർക്ക് ആ കാൻഡിഡേറ്റ്സ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ആ കാൻഡിഡേറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, if an individual is applying for the vacancy of the management lecture, he may be asked to deliver a lecture on the management information system as work as sample test. അപ്പൊ നമ്മളോട് ആക്ച്വൽ ആയിട്ട് എന്ത് പറയും, മാനേജ്മെന്റ് ലെക്ചേഴ്സ് ഇതിന്റെ ഒരു പോർഷനിൽ നിന്ന് ഈ ഒരു ടോപ്പിക് എടുത്ത് അത് നിങ്ങളോട് ലെക്ചർ എടുക്കാനായിട്ട് പറയും. അപ്പൊ നമ്മൾ ആ ക്ലാസ്സിൽ ചെന്ന് ആ ലെക്ചർ എടുത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ദെൻ അവർ നമ്മളെ നോക്കിയിട്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. Therefore, the success of individual in his career is evaluated on the basis of his knowledge pertaining to his job and the actual work experience. ഒരു ഇൻഡിവിജ്വലിന്റെ കരിയർ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ നോളജിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് നോളജ്, അത് വർക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ജോബ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ നോളജ് എന്തോരമാണ്, അതേപോലെ ആ ഒരു വർക്ക് ആക്ച്വൽ വർക്ക് എക്സ്പീരിയൻസും കൂടി നമ്മൾ എന്ത് ചെയ്യും, രണ്ടും കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു വ്യക്തിനെ സെലക്ട് ചെയ്യണോ വേണ്ടേ എന്ന് നോക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ ടെസ്റ്റ് ആണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്നാണ് സെക്കൻഡ് ടെസ്റ്റിന്റെ പേര്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ആണ്. ഒരു വ്യക്തിയുടെ നോളജ് ലെവൽ എത്രയാണ്, ആ ഒരു ഇൻഡിവിജ്വൽ ഫീൽഡിൽ ആ നോളജ് ലെവൽ എത്രയാണെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ ആ ഒരു സ്പെസിഫിക് ഫീൽഡ്, ഇപ്പൊ അക്കൗണ്ടിങ് ആണെങ്കിൽ അക്കൗണ്ടിങ്, മാനേജ്മെന്റ് ആണെങ്കിൽ മാനേജ്മെന്റ്, ആ ഒരു ഫീൽഡിനെ കുറിച്ചിട്ടുള്ള നോളജ് എന്തോരം ഉണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് അച്ചീവ്മെന്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ ജോബ് നോളജ് ടെസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ വർക്ക് സാമ്പിൾ ടെസ്റ്റ് ഉണ്ട്. ജോബ് നോളജ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി ഏത് ജോബിനാണോ അപ്ലൈ ചെയ്തത് ആ ഒരു ജോബിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു എന്താ പറയാ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അദ്ദേഹം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. വർക്ക് സാമ്പിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വർക്ക് എന്താണ് ആക്ച്വൽ വർക്ക് നമ്മൾ അത് പെർഫോം ചെയ്ത് കാണിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആക്ച്വൽ വർക്ക് നമ്മൾ ചെയ്ത് അത് അവർക്ക് ഓക്കെ ആണെങ്കിൽ അതിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, ഇതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. ഒന്ന് റീഡ് ചെയ്തേ എല്ലാവരും, അച്ചീവ്മെന്റ് ടെസ്റ്റ് ഒന്ന് റീഡ് ചെയ്തേ എല്ലാവരും.
റീഡ് ചെയ്ത് നോക്കിയാ? ഓക്കെ, ക്ലിയർ ആണോ? നമ്മള് നെക്സ്റ്റ് ടെസ്റ്റിലേക്ക് മൂവ് ആണ്. സിറ്റുവേഷണൽ ടെസ്റ്റ് കേട്ടോ. എന്താണ് സിറ്റുവേഷണൽ ടെസ്റ്റ്? Situational tests are designed so that the person natural response can observe in real life condition. സിറ്റുവേഷൻ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ നാച്ചുറൽ റെസ്പോൺസ് എങ്ങനെയാണ് റിയൽ ലൈഫ് കണ്ടീഷനിൽ നമ്മളത് ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ട് നമ്മളതിൽ അദ്ദേഹത്തിന്റെ നാച്ചുറൽ റെസ്പോൺസ് എങ്ങനെയാണ് എന്ന് ഇവാലുവേറ്റ് ചെയ്യാണ്. These tests are based on the assumption of locating people into practical situation. അപ്പൊ ഈ ഒരു ടെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ് കുറച്ച് അസംഷൻ ആണ്. പീപ്പിൾസ് എങ്ങനെയാണ് പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ റെസ്പോൺസ് ചെയ്യുന്നത്. ആൻഡ് ഒബ്സർവിംഗ് ദ റിയാക്ഷൻ ഇൻ ഓർഡർ ടു ലേൺ ഹൗ ദ പീപ്പിൾ റെസ്പോൺസ് ഇൻ ടു ദാറ്റ് പ്രാക്ടിക്കൽ സിറ്റുവേഷൻ. അപ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ റെസ്പോൺസ് എങ്ങനെയാണ് ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ വ്യക്തിയുടെ റെസ്പോൺസ് എങ്ങനെയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യാണ് ഇവാലുവേറ്റ് ചെയ്യാണ്. These tests expose individual frustration. ഒരു വ്യക്തി ഈ ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തിയുടെ ഫ്രസ്ട്രേഷൻസ്, എക്സൈറ്റ്മെന്റ്സ്, സ്ട്രെസ്, monotony or some more situations so as to exhibit their personality traits. എന്നുവെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ സ്വഭാവ ഗുണങ്ങൾ അല്ലെങ്കിൽ സവിശേഷതകൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. അദ്ദേഹത്തിന്റെ ഫ്രസ്ട്രേഷൻ ലെവൽ എങ്ങനെയാണ്, നിരാശ, പിന്നെ അതേപോലെ എക്സൈറ്റ്മെന്റ്, ആവേശം എങ്ങനെയാണ്, സ്ട്രെസ് എങ്ങനെയാണ്, സ്ട്രെസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അതേപോലെ തന്നെ അതേ ഓരോ സിറ്റുവേഷനും അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. These tests are time consuming and costly. ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, അതേപോലെ തന്നെ കോസ്റ്റ്ലി ആണ്. These tests can be categorized into ഫോളോയിങ് ടൈപ്സ്. രണ്ട് ടൈപ്സ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ് ഫസ്റ്റ് പറയുന്നത്. ജനറലി ഗ്രൂപ്പ് ഡിസ്കഷൻ ഇസ് യൂസ്ഡ് ടു മാനേജ് ദിസ് ടെസ്റ്റ് ബൈ റിസോൾവിംഗ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. നിങ്ങൾ ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഒരു ടോപ്പിക് കൊടുത്തിട്ട് കാൻഡിഡേറ്റ്സിനെ അവരോട് ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടൊക്കെ പറയും. പിന്നെ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. In group discussion, candidates are evaluated in several areas like initiative, leading, suggesting, meaningful idea, interpersonal skill, oral communication skill, coordination, and concluding skills. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെത്തേഡ്, ഒരു സിറ്റുവേഷൻ ടെസ്റ്റിന്റെ ഒരു ടൈപ്പ് ആണ്. ഒരു സിറ്റുവേഷൻ നമുക്ക് കിട്ടും, ഗ്രൂപ്പിൽ ആ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന കാൻഡിഡേറ്റ്സിന് എന്തെല്ലാം കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ ഗ്രൂപ്പിനെ എങ്ങനെ ലീഡ് ചെയ്യുന്നു, അവർ മീനിങ് ആയിട്ടുള്ള ഐഡിയാസ് സജസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഇന്റർപേഴ്സണൽ സ്കിൽ, എനിക്ക് ആ സ്കിൽ ഉണ്ട്, ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ എന്താണ് ഇന്റർപേഴ്സണൽ സ്കിൽ എങ്ങനെയാണ്, ഓറൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയുന്നത്, അതെങ്ങനെ ഓറൽ കമ്മ്യൂണിക്കേഷൻ. എന്റെ കൂടെ ഉള്ള ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സും ഇംഗ്ലീഷ് നോളജ് ഉള്ളവരാണ്, എനിക്ക് മാത്രം ഇംഗ്ലീഷ് നോളജ് ഇല്ല. അപ്പോ ബാക്കി എല്ലാവരും ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മേ ബി ഞാൻ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഒന്നും സംസാരിക്കാൻ പറ്റാതെ മിണ്ടാതിരിക്കേണ്ടതായിട്ട് വരും. സോ ഓറൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എങ്ങനെയുണ്ട്, കോർഡിനേഷൻ ഉണ്ട്, എല്ലാവരുടെയും അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ കോർഡിനേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ കൺക്ലൂഡിങ് സ്കില്ല് ഒക്കെ എങ്ങനെയാണെന്ന് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് ഇൻ ബാസ്കറ്റ് ടെസ്റ്റ് എന്ന് പറയും. ഇൻ ദിസ് type of test, the candidates provide with the actual letter, cell phone, and telegraphic message reports and other requirements by the officer of the organization, including proper information regarding the job and the organization. ഇപ്പൊ നമ്മൾ അക്കൗണ്ട്സ് വർക്ക് അക്കൗണ്ട്സ് ആണ് ട്രെയിനിങ് ആയിട്ട്, അക്കൗണ്ടിങ് ട്രെയിനിങ് ആയിട്ട് നമ്മൾ പോവാണെന്ന് വിചാരിക്കും. അപ്പൊ ശരിക്കും നമ്മുടെ കമ്പനിയുടെ എന്താ പറയാ, കമ്പനിയുടെ അക്കൗണ്ട്സ് തന്നെയായിരിക്കും നമുക്ക് എന്ത് തരുന്നത്, റിപ്പോർട്ട്സ് ഒക്കെ തയ്യാറാക്കാൻ വേണ്ടി തരുന്നത്. സോ നമ്മൾ അത് റെഫർ ചെയ്യും, അതിലത്തെ മിസ്റ്റേക്കുകൾ തിരുത്തുകയും വേണ്ടവരും. ബാങ്ക് റീകൺസിലിയേഷൻ ഒക്കെ നമുക്ക് തരും ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട്. അക്കൗണ്ട്സ് ട്രെയിനിങ് ആയിട്ട് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് മെയിൻ ആയിട്ട് നമ്മളോട് ചെയ്യാൻ പറയുന്നത്. നമ്മൾ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ആ എറർ കണ്ടെത്തണം, അത് നമ്മൾ റെക്ടിഫൈ ചെയ്യണം. ശരിക്കും ആക്ച്വൽ ആയിട്ടുള്ള എന്താണ് ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് അവർ തരുന്നത്. അതിൽ പോയിട്ടുണ്ടോ ഇതേപോലെ ട്രെയിനിങ് ആയിട്ടൊക്കെ പോയിട്ടുണ്ടോ? ഓക്കെ, അപ്പം
അങ്ങനെ തരും. അല്ലെങ്കിൽ നമ്മളിപ്പോ കോൾ സെന്ററിലൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ അവര് കാൻഡിഡേറ്റ്സിന് നേരെ കോഴ്സ് ഇതിലേക്ക് അപ്പോയിന്റ് ചെയ്യാറ്, ജോലിയിലേക്കായിരിക്കും അവരെ വിടുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓരോ കോളിലും എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ അത് റെക്കോർഡ് ചെയ്യും. അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ്, ഈ സിറ്റുവേഷനിൽ അവർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും കേട്ടോ. 1 മിനിറ്റ്. ഓക്കെ. In basket, in these types of test, the candidates are provided with actual letters, cell phone, telegraphic message, reports, and other requirements by the officers of the organization, including proper information regarding the job and the organization. The organization job proper information candidates pass in. The candidates must use the in-basket information and the organization information use to make the decision made based on the requirement outlined in the message. അപ്പൊ അതിനനുസരിച്ച് അവർ എന്താ മെസ്സേജ് പാസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഡിസിഷൻസ് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്, ഇൻ ബാസ്കറ്റ് ടെസ്റ്റിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ എന്ത് പറഞ്ഞതോ, നമ്മൾ അക്കൗണ്ട്സ് ട്രെയിനിങ് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചെയ്യാനായിട്ട് വരും. ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടേ? അറിയാത്തവരുണ്ടോ? ഓക്കെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് ബുക്ക് ബാലൻസും ക്യാഷ് ബുക്ക് ബാലൻസും തമ്മിൽ എന്ത് ചെയ്ത് കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. ബാങ്കുകളുടെ സ്റ്റേറ്റ്മെന്റ്സ് എടുത്ത് നമ്മുടെ ക്യാഷ് ബുക്കിലെ എമൗണ്ടും നമ്മൾ എന്തെങ്കിലും വെരിഫൈ ചെയ്യും, ചെക്ക് ചെയ്യും. എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് മിസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എൻറ്റർ ചെയ്യണം. ആ ഇത്രയും കാര്യങ്ങൾ ആക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിട്ട് നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടി തരുന്നത്. സോ നമ്മളത് ആക്ച്വലി അത് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് ഇൻ ബാസ്കറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സിറ്റുവേഷൻ ടെസ്റ്റ് ആണ് പറഞ്ഞത്. ഒരു സിറ്റുവേഷനിൽ റിയൽ ലൈഫ് കണ്ടീഷനിൽ നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് അവിടെ ഒബ്സർവ് ചെയ്യുന്നത്. ഈ ബാങ്ക് ഞാൻ അക്കൗണ്ട്സിന്റെ കാര്യം പറയാം. ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഭയങ്കര തലപോകുന്ന കാര്യം. കാരണം ചെറിയ എമൗണ്ട് ഒക്കെ ആയിരിക്കും മിസ്സാകുന്നത്. ചിലപ്പോൾ ഒരു 6 റുപ്പീസോ 9 റുപ്പീസോ എങ്ങാനും ആയിരിക്കും. അപ്പൊ അത് നമ്മൾ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുക വെച്ചാൽ ഭയങ്കര ട്രസ്റ്റഡ് ആയിട്ടുള്ള ജോബാണ്. അപ്പൊ അത് മേ ബി ചില ആൾക്കാർക്ക് ദേഷ്യം വരാനുള്ള ചാൻസ് ഉണ്ട്, ചിലർക്ക് സ്ട്രെസ് ആയിരിക്കും, അങ്ങനെ ഒരുപാട് ഫീലിങ്സ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം അവർ എന്ത് ചെയ്യുന്നതാണ്, നമ്മളുടെ ഒബ്സർവ് ചെയ്യാണ് നമ്മളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ത്രെഡ്സ് ഒക്കെ അവർ ഓരോ സിറ്റുവേഷനിലും എങ്ങനെയാണ് എന്നുള്ളത് അവർ ഒബ്സർവ് ചെയ്യണം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിറ്റുവേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. 2 ടൈപ്സ് ഓഫ് സിറ്റുവേഷൻസ് ഉണ്ട്. ഒന്ന് ഗ്രൂപ്പ് ഡിസ്കഷനും ഒന്ന് ഇൻ ബാസ്കറ്റ് ടെസ്റ്റും. ഗ്രൂപ്പ് ഡിസ്കഷനിലാണെങ്കിൽ ഗ്രൂപ്പായിട്ട് നമ്മൾ എന്താണ്, ഗ്രൂപ്പ് ഡിസ്കഷന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ പ്രോബ്ലംസ് ഒരു സിറ്റുവേഷൻ തന്നിട്ട് നമ്മൾ ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യും. അവിടെ നമ്മൾ ഒരു വ്യക്തിയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇന്റർപേഴ്സണൽ സ്കില്ല്, അതേപോലെ കോർഡിനേറ്റിംഗ് പവർ ഒക്കെയാണ് നമ്മൾ അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇൻ ബാസ്കറ്റ് ടെസ്റ്റ് എന്ന് വെച്ചാൽ റിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഓർഗനൈസേഷന്റെ ജോബിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കാൻഡിഡേറ്റ്സിന് കൊടുക്കും. ആ ഒരു റിയൽ സിറ്റുവേഷനിൽ കാൻഡിഡേറ്റ്സ് എന്താണ് ഡിസിഷൻ എടുക്കുക എന്നുള്ളതുമാണ് നമ്മൾ അവിടെ നോട്ട് ചെയ്യുന്നത്. നോക്കി സിറ്റുവേഷൻ ടെസ്റ്റ് എന്താണ്, ഗ്രൂപ്പ് ഡിസ്കഷൻ എന്താന്ന് നോക്കിയേ.
Okay. Then നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ടെസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് കേട്ടോ. എന്താണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് ആണ്. ഫോർത്ത് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ് എന്ത് ഇൻട്രസ്റ്റ് ടെസ്റ്റ് കേട്ടോ. ഇവിടെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പേഴ്സണൽ ഇൻട്രസ്റ്റുകളാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് എന്താണ്. The interest tests are the inventories of all likes and dislikes of the candidate pertaining to their works, occupation, hobby, and other സ്പെയർ ടൈം ആക്ടിവിറ്റീസ്. അപ്പോ ഇവിടെ നമ്മൾ എന്താണ് ഒരു വ്യക്തിയുടെ ഡിസ്ലൈക്കും ലൈക്സ് എന്തൊക്കെയാണ്, സ്പോർട്സ് ഇഷ്ടമാണോ, ഏത് സ്പോർട്സ് ആണ് ഇഷ്ടം എന്നുള്ള കാര്യങ്ങൾ, അതേപോലെ അവരുടെ വർക്കിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഓക്യുപേഷൻസ്, ഹോബീസ് എന്തൊക്കെയാണ്, അതേപോലെ അതർ നമ്മുടെ എന്താ പറയുക ഫ്രീ ടൈമിൽ നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. The objective of this test is to identify candidates' disinterest in job offered to him and to decide upon the area in which candidates showing interest. So, നമ്മൾ ആ കാൻഡിഡേറ്റ്സിന് ജോബ് ഓഫർ ചെയ്ത ഫീൽഡിലോ ഇൻട്രസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജോബ് മാറ്റി കൊടുക്കണോ എന്ന് തീരുമാനിക്കുന്നതാണ്. അത് തീരുമാനിക്കാനാണ് നമ്മൾ ഇൻട്രസ്റ്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. This test has an assumption that the interest of the candidates in the job highly correlated with the success of that job. അപ്പം ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്തിനു വേണ്ടി കണ്ടക്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജോബിൽ നമ്മൾ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റണം. എന്ന് വെച്ചാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ജോബ് ആയിരിക്കില്ലേ നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ജോബ് നമ്മൾ എങ്ങനെയാണ് ഹാപ്പിനെസ്സോട് കൂടെ ചെയ്യും. ഇഷ്ടമല്ലാത്ത ജോബ് നമ്മൾ എന്ത് ചെയ്യും, കഷ്ടപ്പെട്ട് ചെയ്യും. നമ്മൾ കേട്ടിട്ടില്ലേ, എന്താ പറയാ, കഷ്ടപ്പെട്ട് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഒരു ജോബിലെ സക്സസ്, ആ ഒരു കാൻഡിഡേറ്റ്സിന്റെ സക്സസ് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പൊ ആ കാൻഡിഡേറ്റിന് എന്ത് ജോബാണോ ഇൻട്രസ്റ്റ്, ആ ജോബിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, അവരെ അസൈൻ ചെയ്ത് കൊടുക്കാം. ഇൻട്രസ്റ്റ് ഇൻവെന്ററീസ് ആർ മോർ ആക്യുറേറ്റ് ആൻഡ് ജനറലി ഡു നോട്ട് വേരി ആഫ്റ്റർ ദ ഏജ് ഓഫ് 30. മേ ബി ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻവെന്ററീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആക്യുറേറ്റ് ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം, ജനറലി ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കണം. അതൊരു 30 വയസ്സൊക്കെ കഴിയുമ്പോൾ മാറുന്ന ടൈപ്പ് ഇൻട്രസ്റ്റ് ആവാനായിട്ട് പാടില്ല. നമ്മളിപ്പോ ഒരുപാട് നേരം നമുക്ക് ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരുണ്ടാവും. മേ ബി ഒരുപാട് ടൈം ഒരു സ്ഥലത്ത് തന്നെ കുറെ നേരം വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും. അപ്പൊ അവര് നമ്മൾ എന്താ പറയാ എന്താ വെച്ചാല് നമ്മൾ ആ റിലേറ്റഡ് ആയിട്ടുള്ള ജോബിൽ അസൈൻ ചെയ്യാം. ഒരുപാട് സമയം ഇങ്ങനെ പുറത്തൊക്കെ നടന്ന് കാര്യങ്ങളൊക്കെ സൂപ്പർവൈസ് ഒക്കെ ചെയ്യുന്നതിന് പുറത്ത് മെഡിസിൻ അങ്ങനത്തെ ജോബാണല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ നടന്ന കാര്യങ്ങളൊക്കെ നോക്കുന്ന ജോബാണെങ്കിൽ സൂപ്പർവൈഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് അവർ അസൈൻ ചെയ്യാം. ഓരോരുത്തരും ഇൻട്രസ്റ്റ് എന്താണോ എന്ന് നമ്മൾ കണ്ടെത്തി ആ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടുള്ള ജോബ് അവർക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്തേ. ഓക്കെ, എല്ലാവരും ഇൻട്രസ്റ്റ് ടെസ്റ്റ് റീഡ് ചെയ്തോ? റീഡ് ചെയ്തോ ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്താന്ന്?
ദെൻ നമ്മളിനി പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. കാരണം നമ്മളൊരു ഇൻഡിവിജ്വൽ നമ്മുടെ ജോബിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ ആക്ട് ആയിട്ടുള്ള വ്യക്തിയാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പേഴ്സണാലിറ്റി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. The personality test analyze the individual closely to get an idea about his value system, emotional stability, attitude, and moods. നമ്മൾ എന്തിനാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വാല്യൂസ് എങ്ങനെയാണ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി എങ്ങനെയാണ്, ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ മൂഡ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. വെച്ചാൽ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണോ അല്ലെങ്കിൽ നോർമൽ ആണോ, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണോ, മൂഡ്സ് എങ്ങനെയാണ് വരുന്നത്, ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. All of them may be expressed in the form of self confidence. നല്ല കോൺഫിഡൻസ് ഉള്ള ആളാണോ, സ്കിൽ എങ്ങനെയുണ്ട്, ഇമോഷണൽ കൺട്രോൾ ആണോ, ഹോപ്പ്ഫുൾനെസ് എങ്ങനെയാണ്, പ്രതീക്ഷയുള്ള വ്യക്തിയാണോ, സെർട്ടനിറ്റി ഉള്ള ആളാണോ, ഫ്രണ്ട്ലിനെസ് എങ്ങനെയാണ്, നമ്മളോട് ഫ്രണ്ട്ലി ആയിട്ടാണോ സംസാരിക്കുന്നത്, കൺസിസ്റ്റൻസി ഒരു കാര്യം പറഞ്ഞാൽ ആ ഒരു പോയിന്റിൽ തന്നെ സ്ഥിരതയുള്ള ആളാണോ, ഒബ്ജക്ടിവിറ്റി ഉള്ള ആളാണോ, ടോളറൻസ് ഉള്ള ആളാണോ, ഫിയർ ഉണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ടൊരു ആക്ടിവിറ്റി ചെയ്യാൻ അല്ലെങ്കിൽ പുതുതായിട്ടൊരു കാര്യം ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് ഫിയർ ഉണ്ടോ, ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരാളാണോ, ഇനിഷ്യേറ്റീവ് ആണോ, ജഡ്ജ്മെന്റ് എങ്ങനെയാണ്, അതായത് കറക്റ്റ് ആയിട്ട് ജഡ്ജ്മെന്റ് എടുക്കുന്നുണ്ടോ, ഡൊമിനൻസ് ഉണ്ടോ, ഡൊമിനൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് നോക്കുന്നുണ്ടോ, മറ്റുള്ളവരെല്ലാവരും എന്റെ കൺട്രോളാണ് എന്നുള്ളൊരു ആധിപത്യം കൊണ്ടുവരാൻ നോക്കുന്നുണ്ടോ, ഒരു സബ്മിഷൻ, സ്പോണ്ടേനിറ്റി, റിയലബിലിറ്റി വിശ്വസിക്കാൻ പറ്റുമോ, ഫെമിനിസ്റ്റ്, ഇതെല്ലാം നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പേഴ്സണെ കുറിച്ചിട്ട് ആ ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. അതിനുവേണ്ടി കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റ് ആണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. ദിസ് ടെസ്റ്റ് ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു ഫോളോയിങ് ടൈപ്സ്. ഈ ടെസ്റ്റ് നമ്മൾ 2 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റതാണ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ്. ദീസ് ടെസ്റ്റ് ജനറലി കൺസിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യനെയർ. എന്താണ് ക്വസ്റ്റ്യനെയർ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഒരുപാട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു പേപ്പറിൽ പ്രിന്റഡ് ആയിട്ട് വരും, നമ്മൾ ആ ക്വസ്റ്റ്യനെയറിൽ ആയിരിക്കും ആൻസർ ചെയ്യുന്നത്. These tests generally consist of questionnaire. It gives the candidates multiple choice or true or false option to answer any question. So ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കാൻഡിഡേറ്റ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്, ഓർ ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും, ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ടിക്ക് ചെയ്യണം, അങ്ങനത്തെ ആൻസേഴ്സ് ആയിരിക്കും നമ്മൾ ആ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. Which tests are prepared in structural form as the subject is having limited choice available to answer any question. അപ്പൊ നമ്മൾ ലിമിറ്റഡ് ചോയ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൊടുക്കുന്നത്, മേ ബി യെസ് ഓർ നോ, അല്ലെങ്കിൽ മേ ബി മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും. ആ ഒരു ചോയ്സിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും. ഇൻട്രസ്റ്റഡ്, ഗുഡ്, ഓക്കെ, എക്സലന്റ്, അങ്ങനെയൊക്കെ ഓപ്ഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. These tests are focused on evaluating mental ability. ഒരു വ്യക്തിയുടെ മെന്റൽ എബിലിറ്റി എങ്ങനെയാണ്, ഇൻഡിപെൻഡൻസ് എങ്ങനെയാണ്, സബ്മിഷൻ, കോൺഫിഡൻസ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഒക്കെ നമുക്ക് ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണ്. Projective tests provide an unstructured task and ask the candidate to take the decision by utilizing the test prompt, which may be vague or unclear. പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടാസ്കുകൾ നമ്മൾ കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യും, ചോദിക്കും. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും തീരുമാനം എടുക്കുന്നത്, നമ്മൾ ചോദിക്കുന്ന ചോദ്യം ചിലപ്പോൾ ക്ലിയറോ അല്ലെങ്കിൽ അൺക്ലിയർ ആയിരിക്കാം, വാഗ് ആയിരിക്കാം, ഡൗട്ട് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചോദിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദ കാൻഡിഡേറ്റ് മൈറ്റ് ബി റിക്വയർഡ് ടു ആൻസർ ബട്ട് ഹി ഓർ ഷീ ഈസ് പെർസീവിംഗ് ഇൻ എ bold of link on a piece of paper, or create a story from a card showing hazy pictures of some people who are particular environments such as surgical room. This is the test based on the assumption that manner of structuring and interpreting the given clear test stimuli with the represented the basic characteristics of the individual personality, psychological function. Thus, it discloses or his needs, her needs, nervousness, conflict. Therefore, project test evaluate the personality of individual in a indirect way. Okay, അതിൽ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു എക്സാമ്പിൾ ആണ് ആ പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ എന്റേതായിട്ട് ആ ഒരു രീതിയിൽ തന്നെ പറയാം. ഇപ്പോ സാധാരണ നമ്മള് ഒരു എക്സാം അല്ല ഒരു ഇതിനു വേണ്ടി പോയിരിക്കുകയാണ്. എന്തിനാണ് നമ്മള് എന്താ പറയാ,
ഓഡീഷന് വേണ്ടി പോയിരിക്കും ഒരു ഫിലിമിലേക്ക് നമ്മൾ ഒരു ഓഡീഷന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. സോ ഒരു സിറ്റുവേഷൻ, ഒരു കർച്ചീഫിൽ കുറച്ച് ഇങ്ക് ആക്കിയിട്ട് അത് അവിടെ ഇട്ടിരിക്കുകയാണ്. ഞാൻ എന്റേതായ രീതിയിൽ പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആ ഒരു ഓഡീഷന് വന്ന കുട്ടിയോട് ഞാൻ പറയാണ് ഈ കർച്ചീഫിൽ ഇത്തിരി ഇങ്ക് ഉണ്ട്, ഞാൻ അവിടെ ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സിറ്റുവേഷൻ. ഇത് നിങ്ങൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഓക്കെ, അത് നിങ്ങൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? അപ്പൊ ആ ഒരു പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി, സൈക്കോളജിക്കൽ ഫങ്ഷൻസും കാര്യങ്ങളും എല്ലാം നമുക്കതിൽ മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മളൊരു സിറ്റുവേഷൻ അല്ല, ഒരു മെറ്റീരിയലോ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ട് ഇന്ന ഒരു രീതിയിലാണ്. ഇപ്പൊ എന്താ പറയാ, ഒരു പുഴയിലാണ് നിങ്ങൾ ഒരു വഞ്ചിയിൽ പൊക്കോണ്ടിരിക്കുകയായിരുന്നു, വഞ്ചി മറന്നു. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? അപ്പൊ നമുക്ക് ആ ഒരു വ്യക്തി പെട്ടെന്ന് പാനിക് ആവുന്നുണ്ടോ, അവർക്ക് നെർവസ്നെസ് ഉണ്ടോ, കോൺഫ്ലിക്റ്റ് വരുന്നുണ്ടോ, വേർഡുകൾ കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് പറയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻവാലിഡേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് പ്രൊജക്റ്റീവ് ടെസ്റ്റ്. ഒരു ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി ടെസ്റ്റ് തന്നെയാണ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടാസ്കുകൾ നമ്മൾ കാൻഡിഡേറ്റ്സിനോട് ആസ്ക് ചെയ്യും. എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരിക്കില്ല, മേ ബി ആ ഒരു ഇന്റർവ്യൂവർ വിചാരിക്കുന്ന രീതിയിൽ ഒരു ടാസ്ക്, എന്തെങ്കിലും ടാസ്ക് നമ്മൾ എന്തെങ്കിലും കാൻഡിഡേറ്റ്സിനെ അസൈൻ ചെയ്തിട്ട് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് ചോദിക്കും. അപ്പൊ അവർ നമ്മൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ചിലപ്പോ എന്ത് ചെയ്യേണ്ടത്, ഒരു ഫിലിമിന്റെ ഒക്കെയാണ് ഓഡീഷൻ നടക്കണമെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ അത് പെർഫോം ചെയ്ത് കാണിച്ചു കൊടുക്കാനായിട്ട് വരും. ഓർ ഡ്രാമയുടെ ഒക്കെ ഓഡീഷൻ ആണെങ്കിൽ നമ്മളത് പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ വർക്ക്ഷോപ്പ് ഒക്കെ കണ്ടക്ട് ചെയ്യില്ലേ. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഓരോ പ്രൊജക്റ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ നമ്മൾ കൊടുക്കുകയും കാൻഡിഡേറ്റ്സിനെ കൊണ്ട് പെർഫോം ചെയ്യുകയും ചെയ്യും. മേ ബി അതത്ര ക്ലിയർ ആയിരിക്കില്ല, അതെങ്ങനെയായിരിക്കണം ചെയ്യണമെന്നൊന്നും പറയില്ല. ജസ്റ്റ് ഒരു സെന്റൻസിലായിരിക്കും നമ്മൾ ആ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. നമ്മളാണ് നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളാണ് നമ്മുടെ മൈൻഡിൽ ആ ഒരു കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, പെർഫോം ചെയ്യേണ്ടതായിട്ട് വരുന്നത്. പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്താണെന്ന് മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ നോക്കണ്ട, അതൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൊടുത്തിരിക്കുന്നതെന്നുള്ളൂ. ഞാൻ പറഞ്ഞ എക്സാമ്പിളും പ്രൊജക്റ്റീവ് ടെസ്റ്റ് മനസ്സിലായോ? ഓക്കെ, ജസ്റ്റ് ആ ഒരു നമ്മൾ ഫിലിമിലേക്ക് ഓഡീഷന് പോകുമ്പോൾ നമുക്ക് ഒരു ടാസ്ക് തരാണ്. അപ്പൊ ടാസ്ക് നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ വരുന്ന ആ ഒരു രീതി. നമ്മുടെ പേഴ്സണാലിറ്റി ചിലപ്പോൾ നമ്മൾ പെട്ടെന്നായിരിക്കും ക്യാരക്ടറായിട്ട് മാറുന്നത്. പെട്ടെന്ന് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് പറയാണ് ഒരു ക്യാരക്ടറായിട്ട് മാറണം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എക്സ്പീരിയൻസ്, അത് എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളതൊക്കെയാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ മായ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? നയൻതാരയുടെ മായവനം കണ്ടിട്ടുണ്ടോ? ജസ്റ്റ് അതിലൊരു ഓഡീഷൻ നടക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്നാണ് ആള് നോർമൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൽ പെട്ടെന്ന് ആ ഒരു എന്താ പറയാ സിറ്റുവേഷനിലേക്ക് മാറുന്നത്. നല്ല രീതിയിൽ ആളെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതൊരു സിറ്റുവേഷൻ തന്നപ്പോ അത് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ട് കാണിക്കുന്നു. ഓഡീഷനൊക്കെ അങ്ങനെ കണ്ടക്ട് ചെയ്യും. ഇത്രയുള്ളൂ. എന്താണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്, എത്ര ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട് നല്ല രീതിയിൽ റീഡ് ചെയ്ത് എല്ലാവരും.
ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തു. ഇനി നമ്മൾ നോക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആൻഡ് അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ്. അച്ചീവ്മെന്റ് ടെസ്റ്റും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഹാസ് ട്രഡീഷണലി റെഫേഴ്സ് ടു പേഴ്സൺസ് കപ്പാസിറ്റി. നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന എന്തിനായിരുന്നു? പേഴ്സണൽ കപ്പാസിറ്റി എത്രയാണ് എന്തിനു വേണ്ടിയിട്ട് നമ്മളത് മനസ്സിലാക്കിയാലാണ് ടു പ്രോഫിറ്റ് ഫ്രം ഫർദർ ട്രെയിനിങ്. ആ പേഴ്സണിന്റെ കപ്പാസിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ഒരു ഫർദർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ട്രെയിൻ ചെയ്യാനും കാര്യങ്ങളെല്ലാം പറഞ്ഞ് കൂടുതലായിട്ട് പ്രോഫിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവർ കൂടുതൽ ട്രെയിൻ ചെയ്യുമ്പോൾ അവർ നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യും. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് പേഴ്സണിന്റെ കപ്പാസിറ്റി അളക്കാൻ വേണ്ടിയിട്ടാണ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് ഹാസ് റെഫേഴ്സ് ടു ഡിഗ്രി ഓഫ് എബിലിറ്റി ഓൾറെഡി അറ്റൈൻ. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? അവർ എത്രയാണ് അവര് ഓൾറെഡി അറ്റൈൻ ചെയ്തിരിക്കുന്ന ഡിഗ്രി, അല്ലെങ്കിൽ അവരുടെ എബിലിറ്റി എത്രയാണ്, അവരിപ്പോ എഡ്യൂക്കേഷനും എക്സ്പീരിയൻസും കൊണ്ട് അവർക്ക് എന്തോരം എബിലിറ്റി ഉണ്ട്, അറ്റൈൻ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനാണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പേഴ്സണിന്റെ കപ്പാസിറ്റി മനസ്സിലാക്കി അവർ പ്രോപ്പർ ആയിട്ട് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ, അച്ചീവ്മെന്റ് ടെസ്റ്റ് അവർ ഇത്രയും നാൾ എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്, അവർക്ക് ഓൾറെഡി എന്തോരം എബിലിറ്റി ഉണ്ട് എന്ന് മെഷർ ചെയ്യാണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോക്കസ് കോമ്പിറ്റൻസി അക്വയർഡ് ഫ്രം ജനറൽ ഫോർമൽ ഔട്ട് ഓഫ് സ്കൂൾ എക്സ്പീരിയൻസ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ക്ലാസ് നോളജ്, അതേപോലെ ഫോർമൽ സ്കൂൾ ഇൻഫോർമൽ ചില സ്കൂൾ എക്സ്പീരിയൻസ് എന്നൊക്കെ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് മെഷർ ചെയ്യാനാണെങ്കിൽ, അച്ചീവ്മെന്റ് ടെസ്റ്റ് ഫോക്കസ് മോർ ഓൺ സ്പെസിഫിക് ഇൻഫർമേഷൻ ദാറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം സ്റ്റഡിയിങ് പർട്ടിക്കുലർ സ്കൂൾ സബ്ജക്ട്. അപ്പോൾ സ്കൂളിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിംഗിൽ അവർ ആ പഠിച്ച സബ്ജക്ട് അതിൽ അവർക്ക് എന്തോരം നോളജ് ഉണ്ട് എന്ന് മെഷർ ചെയ്യാനാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മെഷർ ഫോക്കസ് ഓൺ ഫ്യൂച്ചർ. ഭാവിയിലേക്ക് വേണ്ടിയിട്ടാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. കാരണം എന്താണ്? ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കി കഴിഞ്ഞാലാണ്, പേഴ്സണൽ കപ്പാസിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാലാണ് അവർക്ക് എന്തോരം ട്രെയിനിങ് കൊടുക്കണം, ഇനി എന്തൊക്കെ ട്രെയിനിങ് കൊടുത്ത് അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കുക. ഫ്യൂച്ചറിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോക്കുന്നത്. പക്ഷെ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷർമെന്റ് ഫോക്കസ് ഓൺ പാസ്റ്റ്. പാസ്റ്റിൽ എന്തോരം കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മെഷർ ചെയ്യുന്നത്. പാസ്റ്റ് എക്സ്പീരിയൻസ്, നോളജ്, സ്കിൽ കൊണ്ട് അവർ എന്തൊക്കെ കാര്യങ്ങൾ മെഷർ ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. Aptitude tests have been derived primarily to measure potential achievements. അവരുടെ potential achievements എങ്ങനെയാണ്, അത് ആ ഒരു അച്ചീവ്മെന്റ്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്യൂച്ചറിലെ പെർഫോമൻസ് എന്ത് ചെയ്യാൻ പറ്റും? പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഹാവ് ബീൻ ഡൈവേഴ്സ് primarily to measure potential achievements or to predict the level of future performance. അപ്പൊ ഇപ്പൊ എന്താണ് അച്ചീവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി നമ്മൾ ഫ്യൂച്ചർ പെർഫോമൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അച്ചീവ്മെന്റ് ടെസ്റ്റ് യൂസ് ടു മെഷർ ദ അറ്റൈൻഡ് എബിലിറ്റി. അവർക്ക് എന്തോരം എബിലിറ്റി അറ്റൈൻ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ബിഗെയിൻ ഇൻ ബിസിനസ് ഓർ ഇൻഡസ്ട്രിയൽ occupational contest, whereas the test was administrative for നമ്മുടെ അച്ചീവ്മെന്റ് ടെസ്റ്റ് എല്ലാം കണ്ടക്ട് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിന്റെ സെലക്ഷനും പ്ലേസ്മെന്റും ഒക്യുപേഷണൽ കൗൺസിലിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ജസ്റ്റ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് ഓക്കെ ആയിട്ടുള്ള ആളാണോ വ്യക്തിയാണോ എന്ന് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോക്കുന്നത് കേട്ടോ. അപ്പം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണൽ കപ്പാസിറ്റി എന്തോരം ഉണ്ട്, അവരെ ട്രെയിൻ ചെയ്താലും നമുക്ക് ഫ്യൂച്ചറിലേക്ക് ട്രെയിൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ ഇത്രയും നാളുകൊണ്ട് എക്സ്പീരിയൻസ് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഏൺ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാണ്. നമ്മൾ സ്കൂളിൽ എന്താണ് എക്സ്പീരിയൻസ് ചെയ്തതെന്ന് മാത്രമാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ മെഷർ ചെയ്യണമെങ്കിൽ. അച്ചീവ്മെന്റ് ടെസ്റ്റിൽ നമ്മൾ സ്കൂളിൽ എന്താണ്, ഏത് സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്, എന്തായിരുന്നു അവിടെ പഠിച്ചത്, ആ ഒരു നോളജ് ആണ് അളക്കുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മെഷർ ഫോക്കസ് ഇൻ ഫ്യൂച്ചർ. ഭാവിയിലത്തെ ഓരോ കാര്യങ്ങളാണ് മെഷർ ചെയ്യണമെങ്കിൽ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണ്? പൊട്ടൻഷ്യൽ അച്ചീവ്മെന്റ്. ഇപ്പൊ എന്തോരം അച്ചീവ്മെന്റ് കിട്ടിയിട്ടുണ്ട്, ഭാവിയിൽ എന്തൊക്കെ അച്ചീവ്മെന്റ്സ്, ഫ്യൂച്ചർ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാനായിട്ട് പറ്റും. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പൊ എന്താണോ കിട്ടിയിരിക്കുന്ന എബിലിറ്റി അല്ലെങ്കിൽ അറ്റൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് begin in business, industrial or organizational contest. എന്ന് വെച്ചാല് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന വെച്ചാൽ എങ്ങനെ ഒരു ബിസിനസ്, ഇൻഡസ്ട്രി, ഓർഗനൈസേഷൻ കണ്ടസ്റ്റുകൾ എങ്ങനെയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യാണ്.
ബട്ട് നമ്മുടെ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാല് അത് ടെസ്റ്റ് വാസ് അഡ്മിനിസ്ട്രേറ്റഡ് ഫോർ എംപ്ലോയി സെലക്ഷൻ. നമ്മൾ അച്ചീവ്മെന്റ് ടെസ്റ്റ് എങ്ങനെയാണ് നോക്കിയിട്ടാണ് എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. അതേപോലെ അവരെ ഏത് പോസ്റ്റിലേക്ക് പ്ലേസ് ചെയ്യണം, അവരുടെ അച്ചീവ്മെന്റ്സ് എങ്ങനെയാണ്. ഇപ്പൊ നല്ല രീതിയിൽ അക്കൗണ്ട്സിൽ നല്ല രീതിയിൽ സ്കോർ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവരുടെ അക്കൗണ്ട്സിലേക്കായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. ഒക്യുപേഷണൽ കൗൺസിലിംഗ് വേണമെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അച്ചീവ്മെന്റ്സ് നോക്കിയിട്ടാണ്. അതെന്ന് വെച്ചാൽ ഒക്യുപേഷണൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മാനേജിംഗ് ട്രെയിനി ആണെന്ന് വിചാരിക്കും. നമ്മൾ ജോബ് അപ്ലൈ ചെയ്തിരിക്കുന്നത് മാനേജിംഗ് ട്രെയിനി ആയിട്ട് നമ്മൾ അദ്ദേഹത്തിനെ റിക്രൂട്ട് ചെയ്തു. ദെൻ ഒക്യുപേഷണൽ കൗൺസിലിംഗിലൂടെ നമുക്ക് അവരെ എന്താക്കാനായിട്ട് പറ്റും, ജൂനിയർ മാനേജർ ഒക്കെ ആക്കി മാറ്റാൻ പറ്റും. കാരണം നമ്മുടെ ജോബിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ അച്ചീവ്മെന്റ്സ് കൂട്ടി അവരെന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പോസ്റ്റിലേക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അത്രയും ഡിഫറൻസ് ആണ് പറഞ്ഞത്. എന്തൊക്കെയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും എന്തൊക്കെയാണ് അച്ചീവ്മെന്റ് ടെസ്റ്റും എന്നുള്ളതാണ്. എപ്പോഴും ശ്രദ്ധിക്കണം, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണ്, ഫോക്കസ് ഓൺ ഫ്യൂച്ചർ ആണെങ്കിൽ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്താണ്, പാസ്റ്റിലേക്കാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. പിന്നെ ഓക്കെ, എന്താ ഡിഫറൻസും കൂടെ എല്ലാവരും റീഡ് ചെയ്ത്. ഓക്കെ, നമുക്ക് ഒന്നും കൂടി ടെസ്റ്റുകൾ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ടെസ്റ്റുകൾ നോക്കാം. നമ്മള് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നോക്കി, 4 ടൈപ്സ് ഉണ്ട്. എന്തൊക്കെയാണ്, ഇന്റലിജൻസ് ടെസ്റ്റ്, മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, സൈക്കോമോട്ടോർ ടെസ്റ്റ് ആൻഡ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് 4 ടൈപ്സ്. നമ്മൾ 4 ടൈപ്സ് നോക്കി. അച്ചീവ്മെന്റ് ടെസ്റ്റ് നോക്കി. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻക്ലൂഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ഏതാണ് അല്ലാത്തത് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാല് ജോബ് നോളജ് ടെസ്റ്റും വർക്ക് സാമ്പിൾ ടെസ്റ്റും ആണ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇൻട്രസ്റ്റ് ടെസ്റ്റ് ആണ് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ്, ഹോബീസ്, ഡിസ്ലൈക്ക്, ലൈക്സ് കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ടെസ്റ്റിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്, അതിൽ ഒബ്ജക്റ്റീവ് ടെസ്റ്റും പ്രൊജക്റ്റീവ് ടെസ്റ്റും നമ്മൾ നോക്കി. ദെൻ സിറ്റുവേഷൻ ടെസ്റ്റിൽ ഗ്രൂപ്പ് ഡിസ്കഷനും ഇൻ ബാസ്കറ്റ് ടെസ്റ്റും നമ്മൾ നോക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ എടുത്തത്. അത് കഴിഞ്ഞ ലാസ്റ്റ് ഡിഫറൻസ്,
ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെയും അച്ചീവ്മെന്റ് ടെസ്റ്റിന്റെയും ഡിഫറൻസ് നോക്കി. ഇനി നമ്മളൊരു സെലക്ഷൻ പ്രോസസ്സ് ചൂസ് ചെയ്യുമ്പോൾ എങ്ങനെ അത് ചൂസ് ചെയ്യണം എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ കുറച്ച് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഉണ്ട്. കുറച്ച് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളത് സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, the following standards or factors should consider while choosing a selection test. നമ്മളൊരു സെലക്ഷൻ ടെസ്റ്റ് ചൂസ് ചെയ്യുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. ഒബ്ജക്ടിവിറ്റി ആണ് പറയുന്നത്. നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ഇൻഫർമേഷൻസ്, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. യൂട്ടിലിറ്റി ആണ്. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ഗെയിൻ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എക്സ്പെൻസ് വരുന്നുണ്ടോ, നമുക്ക് കോസ്റ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ എത്രയാണ്. ഒത്തിരി കാൻഡിഡേറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ മേ ബി ഇവരെല്ലാവരെയും ടെസ്റ്റ് ചെയ്യാൻ, സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ പറഞ്ഞാൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. സോ മേ ബി ചില ടെസ്റ്റുകൾക്ക് ആപ്ലിക്കേഷൻ ഫീ ഒക്കെ വാങ്ങിക്കാറുണ്ട് ഇല്ലേ. PSC ടെസ്റ്റിനൊന്നും ആപ്ലിക്കേഷൻ ഫീ ഇല്ല. SSCയുടെ സമയത്ത് ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കാറുണ്ടോ നിങ്ങൾ? SSC എഴുതിയിട്ടുണ്ടോ? അതിൽ ഫീ അടയ്ക്കണോ നമ്മള്? ഗേൾസിനില്ല, ബോയ്സിനുണ്ട്. ഗേൾസിനില്ല. പിന്നെ അപ്പൊ ചില കാര്യങ്ങൾക്ക് നമ്മൾ ഫീ അടയ്ക്കണം. റെയിൽവേയുടെ ഒക്കെ ആണെങ്കിൽ, റെയിൽവേയുടെ എക്സാമിനൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങോട്ട് എന്ത് കൊടുക്കണം, ഫീ കൊടുക്കേണ്ടി വരും. അപ്പൊ അത് നോക്കിയിട്ട് കോസ്റ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര വരും അങ്ങനെ നമ്മൾ ചെറിയ എമൗണ്ട് അവരിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. ദെൻ റിയലബിലിറ്റി ആണ്. നമ്മൾ സെലക്ഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും റിയലബിൾ ആയിരിക്കണം, വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം. സെയിം മെത്തേഡ് ആയിരിക്കണം കണ്ടക്ട് ചെയ്യാൻ. ഇപ്പൊ കൂടുതലായിട്ട് എക്സാമ്പിളും എങ്ങനെയാണ്, OMR ഷീറ്റ് ആണ് സാധാരണ സെലക്ഷൻ ടെസ്റ്റ്. കോമൺ ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ OMR ഷീറ്റ് വഴിയാണ് സെലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി വാലിഡിറ്റി ആണ്. നമുക്കത് വിശ്വസിക്കാൻ പറ്റണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാലിഡിറ്റി ആണ്. ആ ഒരു ടെസ്റ്റ് വാലിഡേറ്റ് ചെയ്യുമ്പോൾ വാലിഡ് ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. ദെൻ പ്രിപ്പറേഷൻ ആയിരിക്കണം. എപ്പോഴും എംപ്ലോയീസിനെ ഫെയിൽ ആക്കുന്ന രീതിയിലാവാൻ പാടില്ല അതിന്റെ പ്രിപ്പറേഷൻ. ചില ഒരു മോഡറേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് സ്യൂട്ടബിലിറ്റി ആണ്. നമ്മളുടെ ആ ജോബിന് ആ ഒരു ടെസ്റ്റ് സ്യൂട്ടബിൾ ആണോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം. ഒരു അക്കൗണ്ടന്റ് ടെസ്റ്റ് ആണെങ്കിൽ നമ്മൾ ജനറൽ നോളജിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിരിക്കും നല്ലത്. എന്റെ അഭിപ്രായത്തിൽ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, മേ ബി മാത്സും അതേപോലെ ഇംഗ്ലീഷും ഇതിന്റെ ഉള്ളിൽ ഇതായാലും കുഴപ്പമില്ല. പക്ഷെ ജനറൽ നോളജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനേക്കാളും നല്ലത് അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. സോ അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ സമയത്ത് കാര്യങ്ങൾ നോക്കണം. ഇതിന് സ്യൂട്ടബിലിറ്റി നോക്കണം എന്ന് പറഞ്ഞു. നമ്മൾ ആ ഒരു ടെസ്റ്റ് സെലക്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ജോബിന് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ആ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. നമ്മൾ പറഞ്ഞത് ഒരു ടെസ്റ്റ് ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. ആ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് പറഞ്ഞത്. ഇതില് ഫസ്റ്റ് പറയുന്നത് ഒബ്ജക്ടിവിറ്റി ആണ്. 1 minute. Okay. An objective test measure a variable independent of the people conducting the test and the circumstances of the test. നമ്മൾ ആ ഒരു വേരിയബിൾസ് എങ്ങനെയാണ്, ആ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന വേരിയബിൾസ് എങ്ങനെയാണ്, പീപ്പിൾസിന് ആ ഒരു ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എങ്ങനെ മെഷർ ചെയ്യുന്നതാണ്. ടെസ്റ്റ്, ഇൻ അതർ വേർഡ്സ്, ദ ടെസ്റ്റ് ഹാസ് ടു ബി ഫെയർ. എങ്ങനെയായിരിക്കണം നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന, ഫെയർ ആയിട്ട് വേണം നമ്മൾ ആ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഫെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുതാര്യമായിരിക്കണം. എന്നുവെച്ചാല് മറ്റ് കറപ്ഷനോ ഒന്നും പാടില്ല. എന്നുവെച്ചാല് അത് ഫ്രോഡ് ഒന്നും കാണിക്കാൻ പാടില്ല. ഒബ്ജക്റ്റീവ് സെലക്ഷൻ മെത്തേഡ് ഗ്യാരണ്ടിങ് അൺബയാസ്ഡ് മെഷേഴ്സ് ഓഫ് എംപ്ലോയബിലിറ്റി. ഒബ്ജക്റ്റീവ് ആയിട്ട് വേണം നമ്മൾ സെലക്ഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട്. അൺബയാസ്ഡ് മെഷേഴ്സ്, ബയാസ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ കറപ്ഷൻ ഒക്കെ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതില് ഇൻഫർമേഷൻസ് ചോർത്തി കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. എംപ്ലോയീസിന്റെ കറക്റ്റ് എബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ദേ ഓൾ സ്റ്റാർട്ട് വിത്ത് ഗിവിംഗ് ഈച്ച് കാൻഡിഡേറ്റ് സെയിം ഇൻഫർമേഷൻ ആൻഡ് എൻകറേജ്മെന്റ്. എല്ലാ കാൻഡിഡേറ്റ്സിനും സെയിം ഇൻഫർമേഷൻ എൻകറേജ്മെന്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാവർക്കും സെയിം ആയിട്ടുള്ള ഷീറ്റും കാര്യങ്ങളും അതേപോലെ തന്നെ കൊടുക്കണം. അവരോട് പറയാം നിങ്ങളുടെ ആൻസർ ചെയ്യുന്ന, നിങ്ങളുടെ നോളജിനും എബിലിറ്റിക്കും അനുസരിച്ച രീതിയിൽ ആൻസർ ചെയ്താൽ മതി എന്ന് പറയാം. ഇനി യൂട്ടിലിറ്റി ആണ്. ഇറ്റ് റെഫേഴ്സ് ടു ഫിനാൻഷ്യൽ ഗെയിൻ ഒബ്റ്റെയിൻഡ് യൂസിങ് എ സ്പെസിഫിക് സെലക്ഷൻ മെത്തേഡ്. യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ഗെയിൻ ആണ് അവിടെ പറയുന്നത്. ഈ ഒരു സ്പെഷ്യൽ സെലക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ ഗെയിൻ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ?
The main objective is to increase the revenue as the function for selection method after deducting the cost of expenditure incurred during application of certain method. ഒരു മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോരം കോസ്റ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട്, അതേപോലെ തന്നെ അതിന്റെ റവന്യൂ എങ്ങനെയാണ്, നമ്മൾ ഫീ ആയിട്ട് കളക്ട് ചെയ്യുന്നില്ല, ആ എമൗണ്ട് എങ്ങനെയാണ് ഇതൊക്കെ വെരിഫൈ ചെയ്യും. ഈ സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് യൂട്ടിലിറ്റി നീഡ് ലോ സെലക്ഷൻ റേഷ്യോ. ലോ സെലക്ഷൻ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. Thus, it is totally related to the capacity of the organization to attract a large number of talented and qualified applicants for a vacant position. നിങ്ങളൊന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ മതി. ഒരു ഗവൺമെന്റ് പോസ്റ്റിനാണ് ഒരു സെലക്ഷൻ കണ്ടക്ട് ചെയ്യണമെങ്കിൽ അപ്പൊ എന്തോരം പേര് വരും, എന്തോരം എംപ്ലോയീസ് അല്ല എന്തോരം കാൻഡിഡേറ്റ്സ് വരും. അപ്പൊ അതിൽ നിന്ന് ലാർജ് നമ്പർ ഓഫ് ടാലന്റഡ് എംപ്ലോയീസിൽ നിന്നായിരിക്കും നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള നമ്മൾ സെലക്ഷൻ കണ്ടക്ട് ചെയ്തിട്ട് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയിനെ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. റിയലബിലിറ്റി ആണ്. നമ്മള് ഈ സെലക്ഷൻ ടെസ്റ്റ് എപ്പോഴും റിയലബിൾ ആയിരിക്കണം, വിശ്വസിക്കാനായിട്ട് പറ്റണം. ഇറ്റ് ഡിനോട്ട്സ് ദ യൂണിഫോമിറ്റി ഓഫ് സെലക്ഷൻ ടെസ്റ്റ്. ഇപ്പൊ PSC എക്സാം കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ എറണാകുളത്ത് കണ്ടക്ട് ചെയ്ത എക്സാമും അതേപോലെ തന്നെ തൃശ്ശൂർ കണ്ടക്ട് ചെയ്ത എക്സാമും തമ്മിൽ റിയലബിൾ ആയിരിക്കണം. പല ടൈമിലായിട്ട് കണ്ടക്ട് ചെയ്താലും എല്ലാം വിശ്വസിക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാം. Any test is said to be reliable only if it is consistently producing same result. എപ്പോഴാണ് നമുക്കത് റിയലബിൾ ആവുന്നത്, സെയിം റിസൾട്ട് നമുക്ക് കിട്ടുമ്പോഴാണ് ആ ഒരു ടെസ്റ്റ് റിയലബിൾ ആകുന്നത്. ഫോർ എക്സാമ്പിൾ വിത്ത് ആൻ അൺറിയലബിൾ ടെസ്റ്റ് ആണെങ്കിൽ മേ ബി ഒരു ടെസ്റ്റിൽ പ്രിലിംസ് ആണ് ചെയ്യുന്നത്, പ്രിലിംസിൽ ആ ഒരു കാൻഡിഡേറ്റ്സ് ഹൈ സ്കോർ ചെയ്തു, മെയിൻസ് ആയപ്പോ അത്രയും സ്കോർ ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് ആ ഒരു ടെസ്റ്റ് വിശ്വസിക്കാൻ പറ്റും ഇല്ല. അപ്പൊ മേ ബി അങ്ങനെ വരുമ്പോൾ റീ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ സ്റ്റേജ് 1 ടെസ്റ്റ് നമ്മളൊരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിൽ സ്റ്റേജ് 1 ആള് നല്ല രീതിയിൽ സ്റ്റേജ് 1 ഏതൊരു എംപ്ലോയിനെ അദ്ദേഹത്തിന് അറിയായിരുന്നു. അപ്പൊ നേരത്തെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അദ്ദേഹം കിട്ടി, അപ്പൊ ആള് നന്നായിട്ട് പഠിച്ചിട്ട് വന്നത് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു, ഫുൾ മാർക്ക് കിട്ടി. സ്റ്റേജ് 2 ടെസ്റ്റ് വന്നപ്പോ ആൾക്ക് വേറെ ആരെയും പരിചയമൊന്നുമില്ല, സ്വയമേ ചെയ്യേണ്ടി വന്നു, ഒത്തിരി പാക്കറ്റ് ആയിരുന്നു മാർക്ക് വന്നത്. മേ ബി ഒട്ടും മാർക്ക് ഒന്നും കിട്ടിയില്ല. അപ്പൊ ആ ഒരു 2 ടെസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ആളുടെ എബിലിറ്റി നമുക്ക് നോക്കുമ്പോൾ അത് നമുക്ക് റിയലബിൾ ആയിട്ട് തോന്നില്ല, വിശ്വസിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ റിയലബിൾ അല്ല ഇൻഫർമേഷൻ. സോ നമ്മൾ റീ എക്സാമിനേഷൻ ചെയ്യാനായിട്ട് പറയും. അപ്പൊ അങ്ങനെ വരാണെങ്കിൽ റീ എക്സാമിനേഷൻ നടത്തേണ്ടതായിട്ട് വരും. അപ്പൊ റിയലബിൾ ആയിരിക്കും. നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് യൂണിഫോമിറ്റി വേണം, വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടെസ്റ്റ് കണ്ടക്ട് ചെയ്യേണ്ടത്. ദെൻ വാലിഡിറ്റി ആണ് നമ്മളുടെ എന്താ പറയാ ടെസ്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് വാലിഡിറ്റി. പ്രിപ്പറേഷനിൽ ഒരു ക്വാളിറ്റി നമ്മൾ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ആ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ആ ഒരു ജോബിന് ആപ്റ്റ് ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഞാൻ ആ പോയിന്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് എടുക്കാം. രീതി പറഞ്ഞതെന്ന് എനിക്കറിയാം. ചൂസിങ് ടെസ്റ്റ് മുതൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ വരെ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേഗം ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ചൂസിങ് ടെസ്റ്റ് മുതൽ ഡിസ്കസ് ചെയ്യാം. എന്താണ് ഒരു ടെസ്റ്റ് ചൂസ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സ് നോക്കണം, അഡ്വാൻറ്റേജസ് എങ്ങനെയാണ്, ഡിസ്അഡ്വാൻറ്റേജസ് എങ്ങനെയാണെന്നൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. Thank you, ma'am. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am.